ഹലോ, ഐ ആം ഷിഫ. ഐ ആം ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ +1 +2 A+ വാങ്ങാം. അതിനു വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇംഗ്ലീഷിനെ പറ്റിയിട്ട് ഞാനൊരു കുറച്ച് കാര്യം പറയാം. അപ്പോൾ ഇംഗ്ലീഷിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +1 +2 കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ +1 +2 ആയാലും 10ാം ക്ലാസ് ആയാലും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്കോഴ്സസിൽ 10ാം ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലും ഗ്രാമർ മിസ്റ്റേക്സൊക്കെ അതിലുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് ഇട്ട് തരും. പബ്ലിക് എക്സാമിനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ 10ാം ക്ലാസ്സിൽ ഡിസ്കോഴ്സിന് മാർക്കിട്ട് തരും. പക്ഷേ +1 +2 അങ്ങനെയല്ല. നമ്മൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ, അതിൽ ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാകാൻ പാടില്ല, പിന്നെ അവിടുത്തെ അതിലുള്ള ആശയം പരിപൂർണ്ണമായിരിക്കണം. ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് +1 +2 ഡിസ്കോഴ്സിന് ഫുൾ മാർക്ക് വീഴത്തുള്ളൂ. അപ്പോൾ ഇതാണ് +1 +2 ഡിസ്കോഴ്സും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ഡിസ്കോഴ്സും തമ്മിലുള്ള ഡിഫറൻറ്റ്. പിന്നെ ഗ്രാമർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ 10ാം ക്ലാസ്സിലെ അത്ര ഗ്രാമറിന് മാർക്കൊന്നും വരില്ല, +1 +2 വരില്ല. ഗ്രാമർ ക്വസ്റ്റ്യൻസ് +1 +2 ചോദിക്കും. ഒരു 10-15 മാർക്കുകളൊക്കെ വരുള്ളൂ ഗ്രാമർ ക്വസ്റ്റ്യൻസിൽ +1 +2 വരത്തുള്ളൂ. പക്ഷേ നമുക്ക് 10ാം ക്ലാസ് നോക്കുകയാണെങ്കിൽ 22 മാർക്കോളം നമുക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പക്ഷേ +1 +2 തമ്മിലുള്ള 10ാം ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഗ്രാമർ ക്വസ്റ്റ്യൻ ആയിരിക്കും +1 +2 ചോദിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഗ്രാമർ പോർഷനും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനും. ഇപ്പോൾ ഉദാഹരണം എഡിറ്റിംഗ് ഒക്കെ നമ്മൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ നമുക്കത് ഏതാണോ തെറ്റ് അത് നമുക്ക് അടിവര ഇട്ട് തരും. പക്ഷേ +1 +2 അങ്ങനെയല്ല, നമുക്ക് അടിവര ഇട്ടൊന്നും തരില്ല. നമ്മൾ എവിടെയാണോ തെറ്റ് അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നമ്മളവിടെ തെറ്റ് തിരുത്തണം. അങ്ങനെയാണ് എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ +1 +2 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ +1 +2 A+ വാങ്ങിയത്, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, റീഡിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇത് പലരും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓരോ ചാപ്റ്ററും ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ വായിച്ചിരിക്കണം. ഇത് നിങ്ങളുടെ ഓരോ ചാപ്റ്ററിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ന്യൂ വേർഡ്സ് അത് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ചാപ്റ്ററിനെ കുറിച്ച് ഒന്നുകൂടെ നിങ്ങൾക്ക് അറിയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. AI, ChatGPT, ജെമിനി ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ആൻസർ കൃത്യമായിട്ട് തന്നെ കിട്ടും. അടുത്ത കാര്യം, സ്റ്റഡി ഓഫ് ആൾ ചാപ്റ്റേഴ്സ് ഓഫ് സമ്മറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ടൈം മാനേജ്മെൻറ്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പലർക്കുള്ളൊരു പ്രശ്നമാണ് ഇംഗ്ലീഷിന് ടൈം കിട്ടുന്നില്ല എഴുതാൻ. അത് നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന ഗൈഡ്സൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ലേൺ ഫോർമാറ്റ് ഓഫ് ആൾ ഡിസ്കോഴ്സസ്. അപ്പോൾ നിങ്ങൾ +1 +2 വരുന്ന എല്ലാ ഡിസ്കോഴ്സസിൻ്റെയും ഫോർമാറ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് എഴുതുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസ്കോഴ്സസ് ആണ് നമുക്ക് ഇംഗ്ലീഷ് എക്സാമിന് വരുന്നത് അതൊക്കെ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2-3 മാർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, പ്രാക്ടീസ് ഓഫ് ഗ്രാമർ ക്വസ്റ്റ്യൻസും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ ഇംഗ്ലീഷ് എക്സാമിന് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ അവിടെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഗ്രാമർ പോർഷൻ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് ടൈപ്പ് ഓഫ് ഗ്രാമറാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാ ടോപ്പിക്സും
നിങ്ങളത് നോട്ടിൽ എഴുതി വെക്കാം. എന്നിട്ട് ഓരോ ടോപ്പിക്ക് പഠിക്കാം. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയി വന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഗ്രാമറിലെ എല്ലാ മാർക്കും വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. 5-ാമത്തത് പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിനിമം നിങ്ങൾ 3 ഇയറത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഇത് നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്ന രീതി, അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതുപോലെ തന്നെ ഗ്രാമറിൽ റീസെൻ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് ഇംഗ്ലീഷിനല്ല, വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആവശ്യമാണെങ്കിൽ എന്തായാലും മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും എൻ്റെ മാക്സിമം ഞാനൊരു വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.